So, we were with the topic springs, അല്ലേ? ബേസിക് ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടതാണ്. ടൈപ്സ് ഓഫ് സ്പ്രിംഗ് നോക്കി. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതാണ്: സോളിഡ് ലെങ്ത്, ഫ്രീ ലെങ്ത്, അതുപോലെ സ്പ്രിംഗ് ഇൻഡെക്സ്, സ്പ്രിംഗ് റേറ്റ്, സിമിലർലി പിച്ച്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഡിസൈൻ പ്രൊസീജിയറിലേക്ക് പോവാം. അതേപോലെ സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ ദ സ്പ്രിംഗ് നോക്കി. It is given by the standard equation. Okay, ഇതൊരു ഡെറിവേഷനിൽ കഴിഞ്ഞിട്ട് സോൾവ് ചെയ്ത് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. തൽക്കാലം നമുക്ക് അതിന്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഈ ഫൈനൽ ഇക്വേഷന്റെ കേസ് മാത്രമേ വേണ്ടൂ. ഈ ഇക്വേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ഡാറ്റാ ബുക്കിലുണ്ട്, ഇൻക്ലൂഡിങ് ഗ്രാഫ് എല്ലാം ഡാറ്റാ ബുക്കിലുണ്ട്. അപ്പോൾ അത് കേസ് ചെയ്തൊക്കെ ചെയ്താൽ മതി. ഡെറിവേഷൻ ചോദിക്കുന്ന കേസല്ല. റൈറ്റ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇനി അതിന്റെ ഡിസൈൻ പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ റൈറ്റ് ഹെഡിങ് ഡിസൈൻ പ്രൊസീജിയർ ഓഫ് എ ഹെലിക്കൽ ഗിയർ, ഹെലിക്കൽ സ്പ്രിംഗ്. റൈറ്റ്. ഓക്കെ, സോ അതേപോലെ തന്നെ നിങ്ങൾ ഡാറ്റാ ബുക്കിൽ പോവാ. ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ പേജ് ഒന്ന് എടുത്ത് വെച്ചേ, നോക്കിയിട്ട് പറഞ്ഞ ഏതാണോ ഹെലിക്കൽ സ്പ്രിംഗ്. യെസ്, പറഞ്ഞോ. ഹെലിക്കൽ സ്പ്രിംഗ് 7.1. എത്രയാണ്? 7.1 ആണോ? കിട്ടിയോ? എല്ലാവരും കിട്ടിയാ? സെവൻ പോയിന്റ് വൺ അല്ലല്ലോ. 7.100. 7.100 അല്ലേ? 100 അല്ലേ? 7.100. ലാസ്റ്റ് പേജിൽ പോയാൽ ഹെലിക്കൽ സ്പ്രിങ്സിൽ ഹെലിക്കൽ സ്പ്രിംഗ് എടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ പേജ്. അതിൽ തൊട്ട് മുകളിൽ ഒരു 3 ഇക്വേഷൻസ് കാണാം. ഒന്ന് ഫസ്റ്റ് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ആണ്, രണ്ടാമത് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ്, മൂന്നാമത് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഈ 3 ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസൈൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. അതിനുശേഷം ഈ ഡാറ്റാ ബുക്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, so write the heading design steps for helical spring in static loading. Design steps for helical spring in static loading. Static loading condition. നമ്മൾ ഏതൊരു കോമ്പണന്റ് ഡിസൈനിലേക്ക് വരുമ്പോഴും നമ്മൾ അൾട്ടിമേറ്റ്ലി ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് അതിന്റെ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ അതിന്റെ ഡയമെൻഷൻസ് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ പറയാം. റൈറ്റ്, അതിന്റെ എല്ലാ ഡയമെൻഷൻസും അതിന്റെ നമുക്ക് ആവശ്യമുള്ള പർപ്പസ് സെർവ് ചെയ്യുന്നത് ആൻഡ് അത് നമുക്ക് വേണ്ട മിനിമം ഡയമെൻഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. സോ ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ കേസിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തൊക്കെയാ? ഒന്ന്, ഡയമീറ്റർ ഓഫ് ദ വയർ എത്ര വേണമെന്ന് കണ്ടെത്തണം, അല്ലെ? ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ ഡയമീറ്റർ ഓഫ് ദ വയർ എത്ര എന്ന് കണ്ടെത്തണം. സിമിലർലി അത് സീറ്റ് ചെയ്യേണ്ട അതിന്റെ ലെങ്ത്, അല്ലെ, അല്ലെങ്കിൽ അതിന്റെ മീൻ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി എത്ര എന്ന് പറയണം. പിന്നെന്ത് വേണം? ഇതില് എത്ര നമ്പർ ഓഫ് കോയിൽസ് n ഉണ്ടാവണം എന്ന് അറിയണം. റൈറ്റ്, കഴിഞ്ഞില്ല. ഇതിന്റെ ഫ്രീ ലെങ്ത് എത്ര ആയിരിക്കണം എന്ന് അറിയണം, അല്ലെ? ഫ്രീ ലെങ്ത് എത്ര ആയിരിക്കണം എന്ന് അറിയണം. അവിടെയും കഴിയുന്നില്ല. പിന്നെന്തൊക്കെ വേണം? ഇതിന്റെ പിച്ച് എത്ര ഉണ്ടാവണം എന്ന് പറയണം, അല്ലെ? ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിലെ ഒരു സ്പ്രിംഗ് ഡിസൈൻ കംപ്ലീറ്റ് ആവും.
കംപ്ലീറ്റ് ആവുന്ന ഇൻ ദ സെൻസ് ഇത് ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് വേണ്ട ഡയമെൻഷൻസ് എല്ലായി. പക്ഷെ ഇത് മാത്രമല്ല, പ്ലസ് അഡീഷണൽ കുറച്ച് കാര്യങ്ങളൂടെ ഡിസൈൻ പ്രൊസീജിയറിൽ വരും. നമുക്ക് ഫോർ എക്സാമ്പിൾ അത് നമുക്കൊരു സ്പ്രിങ്ങിനെ പല തരത്തിൽ അതിന്റെ ബേസ് നമുക്ക് ഫിക്സ് ചെയ്യാം. ഒന്നുകിൽ റൗണ്ടഡ് ആയിട്ട് ഫുള്ളി ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു എൻഡ് മാത്രം കൊള്ളുന്നത് പോലെ വെക്കാം. അങ്ങനെ ഡിഫറെന്റ് കേസസ് ഉണ്ട്. അപ്പൊ അത് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് വരും. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി വെൻ യു ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ഡിസൈൻ ഓഫ് എ സ്പ്രിംഗ്, okay, or a helical spring, all you have to find is the diameter of the wire, mean diameter of the spring, free length of the spring, then number of turns and pitch of the spring. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കേസിൽ ഞാൻ പറഞ്ഞു സ്ട്രെസ് ആക്ടിങ് ഓൺ എ ഹെലിക്കൽ സ്പ്രിംഗ് ഉണ്ട്. ഓക്കെ, ഹെലിക്കൽ സ്പ്രിംഗിൽ എന്തൊക്കെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, when you are applying a load W, okay, when you are applying a load W, നമുക്കൊരു സ്പ്രിങ്ങിന്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, സോ നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ വരും. ഇവിടെ ഒരു റിയാക്റ്റീവ് ഫോഴ്സ് W ഉണ്ടാവും. സിമിലർലി ഇവിടെ ഒരു ടോർഷനും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും കമ്പൈൻഡ് എഫക്ട് അല്ലെങ്കിൽ കമ്പൈൻഡ് സ്ട്രെസ് ആണ് അതിന്റെ എൻഡ് പോയിന്റിൽ ആക്ട് ചെയ്യുക. റൈറ്റ്, സോ അതാണ് ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത്. ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു K into AWD divided by pi d cube, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഒരു ആൾട്ടർനേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് എങ്ങനെ വന്നതെന്ന് പറയാം. Now where K value, okay, K value is given by this one, this is constant equation. അല്ലെങ്കിൽ ഈ സ്ട്രെസ് ഫാക്ടർ, ഇതിനെ സ്ട്രെസ് ഫാക്ടർ എന്നാണ് പറയാ K-നെ. ഈ K കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നുകിൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഗ്രാഫ് ബേസ് ചെയ്തിട്ടും K വാല്യൂ കണ്ടെത്താം. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. സോ ഇതാണ് ബേസിക് ആയിട്ട് നമുക്കൊരു ഒരു ഒരു കോമ്പണന്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഇപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് റിവെറ്റിന്റെ കേസ് നോക്കുമ്പോൾ നമുക്കറിയാം. റിവെറ്റിന്റെ കേസ് നമ്മൾ കണ്ടുപിടിച്ച എന്തൊക്കെയാ, ആദ്യം ഒരു റിവെറ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു അല്ലെ, ഒരു ഫസ്റ്റ് ഡയമീറ്റർ. അപ്പൊ അവിടെ നമ്മൾ റിവെറ്റ് അടിച്ചു. പിന്നെന്ത് വേണം, അടുത്ത റിവെറ്റ് ഞാൻ എവിടെ അടിക്കും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അതിന് എന്ത് വേണം, പിച്ച് കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, അങ്ങനെ പിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ലെങ്ത് നമുക്ക് അടിക്കാം. പിന്നെ ഇനി എന്ത് ചെയ്യണം, അടുത്ത റോയിൽ ഞാൻ എവിടെ അടിക്കും, അപ്പൊ PB എന്നുള്ള ലെങ്ത് കണ്ടെത്തണം അല്ലെ. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ ബാക്കി ഫാക്ടേഴ്സും കൂടെ കാണണം. അങ്ങനെയായിരുന്നു നമുക്ക് അത് വന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് ഇതും, ഇതിന്റെ ബേസിക് ഡയമെൻഷൻസ് എല്ലാം കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ദർ ഇസ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ദിസ് ടു ഡിറ്റർമിൻ ദീസ് ഫീച്ചേഴ്സ് അല്ലെ, ഓരോന്നും. ഓക്കെ, സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. So the first step, okay, so from the given problem, determine the type of spring, the required material, അതുപോലെ type of loading, space available and the place of application. Space available and the place of application. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഗിവൺ ഡാറ്റാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് സ്പ്രിംഗ്. ഏത് ടൈപ്പ് സ്പ്രിംഗ് വേണം, ലീവ് സ്പ്രിംഗ് ആണോ അല്ല ഹെലിക്കൽ സ്പ്രിംഗ് ആണോ, ഏതാണ് കേസ്. അല്ലെങ്കിൽ ഹെലിക്കൽ സ്പ്രിംഗ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കോൺസെൻട്രിക് സ്പ്രിംഗ് ആണോ അല്ല ഒരു സിംഗിൾ സ്പ്രിംഗ് മാത്രം മതിയോ, ആ കണ്ടീഷൻ നോക്കുക. പിന്നെ എന്ത് മെറ്റീരിയൽ ആണ് വേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും, ബിക്കോസ് അതിന്റെ പെർമിസിബിൾ സ്ട്രെസ് ഒക്കെ ചിലപ്പോൾ തരാം. ഓക്കെ, പിന്നെ എന്ത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് ആക്ട് ചെയ്യുന്നത്. സിമിലർലി എത്ര സ്പേസ് അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ മീൻ ഡയമീറ്റർ നമുക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് ദ പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ. ഓക്കെ, സോ എന്ത് അപ്ലിക്കേഷൻ ആണ് ഈ ഒരു സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കേസ് അത് പിന്നെ കംപ്ലീറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. സോ ഫ്രം ദാറ്റ് യു collect the information. Okay, so the second step is to select the design shear stress for the spring material. Okay, select the design shear stress. Okay, design shear stress for the spring material. Okay, normally തന്നിട്ടുണ്ടാവും. Okay, okay, now the third step is to determine the diameter of the wire.
small d. Determine the diameter of the wire, small d. Now, normally ഇത് എങ്ങനെ കണ്ടെത്തുന്നു ചോദിച്ചാൽ using the shear stress equation ആണ് നമ്മൾ ചെയ്യുക. Okay. Now for that എന്ത് ചെയ്യാന്ന് വെച്ചാൽ go to your data book, page number 7.100 പേജിൽ പോവാ. അതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ, k into 8pd divided by pi d cube എന്നുള്ള ഇക്വേഷൻ കണ്ടോ. അതിൽ ഷിയർ സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ടാവും. Using that equation, find the value of diameter small d. Okay, so using the relationship tau is equal to equation എഴുതാം. So it can be found out using the relationship tau is equal to 8pd divided by pi d cube, ks into 8pd by pi d cube, or it is also given by ks into 8pc divided by pi d square. എന്ന് വെച്ചാൽ നമുക്കറിയാം c എന്ന് പറയുന്നത് സ്പ്രിംഗ് വെയിറ്റ് ആണ്, ദാറ്റ് ഇസ് ഗിവൺ ബൈ d by d അല്ല. നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് കുറച്ച് ടെർമിനോളജീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സി സ്പ്രിംഗ് ഇൻഡെക്സ് അല്ലെ, സ്പ്രിംഗ് ഇൻഡെക്സ് ആണ് സി. സി ഈസ് ക്യാപിറ്റൽ റേഷ്യോ ക്യാപിറ്റൽ ഡി ടു സ്മോൾ ഡി, റൈറ്റ്. സോ അതാണ് ഇൻ ടേംസ് ഓഫ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പ്രിംഗ് ഇൻഡെക്സ് ആണ് ഡയറക്റ്റ് തന്നിട്ടുള്ളെങ്കിൽ ചിലപ്പോൾ മീൻ ഡയമീറ്റർ ഡി തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് 8pc യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഷിയർ സ്ട്രെസ് വാല്യൂ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, സോ വിച്ച് അവർ ഇക്വേഷൻ, ഇത് രണ്ടും സെയിം തന്നെയാണ്, ഒരേ ഇക്വേഷൻ തന്നെയാണ്, ആകെ ഒരു ചെറിയൊരു പേര്, ഒരു സി എന്നുള്ള ഒരു ടേമിന് ഇൻട്രൊഡക്ഷൻ വന്നു എന്നുള്ളത് മാത്രം. ഓക്കെ, സി ഇസ് സ്പ്രിംഗ് വെയിറ്റ്. ഓക്കെ, സോ യു ക്യാൻ ഡിറ്റർമിൻ the diameter of the wire. So diameter of the wire is determined using this relationship. Okay, note ചെയ്തില്ലേ, where k is actually called to Wahl's shear stress factor. Okay, where k is called Wahl's shear stress factor, WAHLS shear stress factor. Okay, now ഈ കേസ് കാണാൻ there are different methods. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, 4c minus 1 divided by 4c minus 4 plus 0.615 by c. Okay, so using the relationship you can find the value of ks. Okay, അത് ഒരു സ്റ്റെപ്പ്. Similarly അല്ലെങ്കിൽ you can find that using the graph. Okay, so അതിൽ നേരെ ഡാറ്റാ ബുക്കിൽ തന്നെ റെഫർ ചെയ്യുക. 7.100 അതിൽ കെ എസ് വാല്യൂ അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ തന്നെ, അല്ല ഡാറ്റാ ബുക്കിലെ സെയിം പേജിൽ വാൾ സ്ട്രെസ് ഫാക്ടർ എന്നുകൊണ്ട് കുറച്ച് താഴെ തന്നിട്ടുണ്ടാവും. ആ പേജിന്റെ ഏറ്റവും ലെഫ്റ്റ് ബോട്ടത്തിലേക്ക് വരിക, ബോട്ടം സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. കേസ് ഇസ് ഈക്വൽ ടു 4c minus 1 divided by 4c minus 4 plus 0.615 divided by c. റൈറ്റ്. അതല്ല എങ്കിൽ സ്പ്രിംഗ് ഇൻഡെക്സ് അറിയാമെങ്കിൽ തൊട്ട് മുകളിൽ ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് റെഫർ ചെയ്യുക. ആ ഗ്രാഫിന്ന് കറസ്പോണ്ടിങ് ടു ദ സി വാല്യൂ ആ കർവ് മീറ്റ് ചെയ്ത പോയിന്റ് എടുക്കുക, അത് എന്താണ് ഇന്റർപോളേറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വാൾ സ്ട്രെസ് ഫാക്ടർ കേസ് കിട്ടും. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള വാല്യൂ തന്നെ വരും. ഓക്കെ, റൈറ്റ്. അപ്പൊ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ വയർ. ഓക്കെ, അപ്പൊ ഒരു ഡയമെൻഷൻ നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, സെലക്ട് ദ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഓഫ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടിയ ഡയമീറ്ററിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഓക്കെ, so fourth step is to select the next standard diameter of the wire and then select the next standard diameter of the wire and then determine the mean diameter, capital D. Okay, capital D സുഖമായിട്ട് കാണാം, കാരണം capital D നമുക്കറിയാം c is equal to d by d ആണ്. So capital D is equal to c into small d. Okay, so using the relationship find the value of mean diameter. And the value of mean diameter.
ആയില്ലേ? ഇതൊരു നോട്ട് ചെയ്തോ. അല്ലേ? Okay, so next step like one. So next step is to determine the number of active turns. Okay, number of active turns again. Then using the relationship. So the fifth step is to determine the number of active turns. Number of active turns n. Okay. By using the relationship, എന്താണ് നമ്മൾ ഡാറ്റാ ബുക്കിലെ തൊട്ടടുത്ത ഇക്വേഷൻ, തൊട്ട് താഴെ ഒരു ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കാണാം. y is equal to എന്നൊരു ഇക്വേഷൻ കാണാം അല്ലേ? So using the relationship, determine the number of active turns n using the relationship. So basically ഈ മൂന്ന് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ മാത്രമേ ഇതിലുള്ളൂ. Okay. So using the relationship y is equal to 8p d cube n divided by g d raised to 4, where g is your rigidity modulus. Okay, where g is your rigidity modulus. Okay, so ഇത് സോൾവ് ചെയ്താൽ you'll get the number of active turns. See, active turns എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പ്രിംഗ് ആക്ഷന്റെ എഫക്റ്റ് വരുന്ന ടേൺസിനാണ് നമ്മൾ ആക്റ്റീവ് ടേൺസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇപ്പം പിന്നെ നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ പെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ സാധാരണ നമ്മൾ സ്പ്രിംഗ് വെച്ചിട്ടുള്ള പെന്നൊക്കെ ഉണ്ടാവാറില്ല. അത് ഊരിയിട്ട് അതിന്റെ സ്പ്രിംഗ് പുറത്തേക്ക് ഊരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും അടിയിലും ഏറ്റവും ടോപ്പിലും കുറച്ച് വൈൻഡിങ്സ് തിക്ലി പാക്ഡ് ആയിരിക്കും. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, അടുപ്പിച്ചിട്ടുണ്ടാവും. അതിന് നടുക്കായിരിക്കും കുറെ ഗ്യാപ്പുള്ള സ്പ്രിംഗ് ഉണ്ടാവുക. റൈറ്റ്. എന്ന് വെച്ചാൽ ആ സ്പ്രിംഗ് ആക്ഷന്റെ എഫക്റ്റ് വരുന്നത് ആ സെന്ററിലുള്ള കുറച്ച് കോയിൽസിൽ മാത്രമാണ്. ആ എൻഡിലെ രണ്ട് ടോപ്പിലെയും അതേപോലെ ബോട്ടത്തിലെയും കോയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ അതിന് സ്പ്രിംഗ് ആക്ഷൻ ഇല്ല, അതൊരു സപ്പോർട്ടിങ് മാത്രമായിട്ട് നിൽക്കുന്ന കേസാണ് അല്ലെ. എന്ന് വെച്ചാൽ എഫക്റ്റീവ്ലി അവിടെ സ്പ്രിംഗ് ആക്ഷൻ തരുന്നത് ആ ഇൻ ബിറ്റ്വീനിലുള്ള കോയിൽസ് മാത്രമാണ്. സോ ആ നമ്പർ ഓഫ് കോയിൽസിനാണ് നമ്മൾ ആക്റ്റീവ് ടേൺസ് എന്ന് പറയാം. ഓക്കെ, അത് മാത്രമാണ് അവിടെ നമുക്ക് സ്പ്രിംഗ് ആക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്ട് നമുക്ക് അവിടെ തരുന്നത്. ഒരു സ്റ്റോറിങ്, എനർജി സ്റ്റോറിംഗ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ആ നമ്പർ ഓഫ് ടേൺസ് മാത്രം. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് മാത്രമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ വാല്യൂ n. ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ്, മാറ്റട്ടെ അത്. ഓക്കെ അല്ലേ? റൈറ്റ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തേ. ഡയമീറ്റർ കണ്ടുപിടിച്ചു, വയർ ഡയമീറ്റർ യൂസിങ് ദ ഷിയർ സ്ട്രെസ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഡാറ്റാ ബുക്കിലെ. അതിലെ ഡിഫറെന്റ് വാല്യൂസ് കാണണമെങ്കിൽ യൂസിങ് ഡാറ്റാ ബുക്കിൽ തന്നെ അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ച് കണ്ടെത്താം. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മീൻ ഡയമീറ്റർ കാണാം. ഈ ഡയമീറ്റർ വാല്യൂനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ ആ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ടേബിൾ നമ്മുടെ ഡാറ്റാ ബുക്കിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ കിട്ടുന്ന ഡയമീറ്റർ വാല്യൂ വെച്ചിട്ട് തന്നെ നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കിട്ടുന്ന വാല്യൂവിനെ എന്ത് ചെയ്യുക, അത് ബേസ് ചെയ്ത് മൾട്ടിപ്ലൈ വിത്ത് ദാറ്റ് വിത്ത് സി ആൻഡ് ഫൈൻഡ് ദ മീൻ ഡയമീറ്റർ. നൗ ഫോളോഡ് ബൈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് കണ്ടെത്തണം അല്ലെ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലെ ഡിഫ്ലക്ഷന്റെ റിലേഷൻഷിപ്പ് എടുക്കുന്നത്. റൈറ്റ്. സോ ഡിഫ്ലക്ഷന്റെ റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് എ നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ്. റൈറ്റ്. നൗ ഞാൻ പറഞ്ഞു ഇതല്ല ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അല്ലെ, നമുക്ക് ഇവിടെ കിട്ടിയത് നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് ആണ്. സിക്സ്ത് സ്റ്റെപ്പ്. റൈറ്റ്. സോ സിക്സ്ത് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ total number of turns. Okay, total number of turns. Okay, so that is given by capital N. Okay, so total number of turns നമുക്ക് കണ്ടെത്തണം. ഞാൻ നേരത്തെ കേസ് പറഞ്ഞു, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പൊ പെന്നിനെല്ലാം കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ടോപ്പിൽ കുറച്ച് വൗണ്ടിങ്സ് അടുപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുക, ബോട്ടത്തിലും കുറച്ച് വൈൻഡിങ്സ് അടുപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. സോ ബേസിക്കലി ഇതിന്റെ എൻ കണ്ടീഷൻസ് ഉണ്ട്. നമുക്കൊരു സ്പ്രിങ്ങിനെ നമുക്ക് വെക്കാനുള്ള there are certain n conditions. Okay, so depending upon the n conditions you have to select the number of total number of turns. Okay, ആ n conditions എങ്ങനെ സെലക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ചിലപ്പോൾ it will be given in the question. Okay, so otherwise you have to go to your data bookല് 7.101 പേജ് എടുക്കാം. ഓക്കെ, സോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, determine total number of turns
number of turns based on the end condition, based on the end condition. Okay, so here go to that page number 7.101. അതിൽ ഏറ്റവും റൈറ്റിൽ ഒരു ടേബിൾ കാണാം, എൻ കണ്ടീഷൻ ആൻഡ് ലെങ്ത് ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ? കിട്ടിയോ? എൻ കണ്ടീഷൻസ് ആൻഡ് ലെങ്ത് ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് സാധനം കാണാം. കിട്ടിയില്ലേ? റൈറ്റ്. അതില് 4 ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ട്. ആ 4 ഡിഫറെന്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് തൊട്ട് മുകളിൽ 4 ഫിഗറും തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ തന്നതുപോലെയാണ് ആ കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ പ്ലെയിൻ എൻഡ്സ് ആണ്. ഓക്കെ, അവിടെ കണ്ടോ? ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും പ്ലെയിൻ എൻഡ്സ് എങ്ങനെയാണെന്ന്. ഓക്കെ, സെക്കൻഡ് പ്ലെയിൻ ആൻഡ് ഗ്രൗണ്ടഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ പ്ലെയിൻ ആണ്, പക്ഷെ ബേസിൽ ഗ്രൗണ്ട് ആയിട്ട് തന്നെയാണ് അത് ആ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, തേർഡ് കേസ് സ്ക്വയർഡ് ആൻഡ് വിത്ത് സ്ക്വയർഡ് എൻഡ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് കേസ് സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡ് എൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഇനി ടേബിളിലേക്ക് വരാം. ടേബിളിൽ ടൈപ്പ് ഓഫ് എൻഡും ടോട്ടൽ കോയിൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലെ. ടോട്ടൽ കോയിൽസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, അപ്പോ ടോട്ടൽ കോയിൽസിന്റെ ഇക്വേഷൻ കാണാം. പ്ലെയിൻ ആൻഡ് ഗ്രൗണ്ടഡിന്റെ കേസിൽ n തന്നെയാണ് ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ്. n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് ആണ്. അപ്പോൾ n തന്നെയാണ് പ്ലെയിനും പ്ലെയിൻ ആൻഡ് ഗ്രൗണ്ടഡിന്റെ കേസിലും ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n തന്നെയാണ്. നേരെ മറിച്ച് സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡിന്റെ കേസിലും യുവർ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഹാസ് ടു ബി ടേക്കൺ ആസ് n+2 അല്ലെ. കിട്ടുന്ന നമ്പർ ഓഫ് ടേൺസ് +2 എന്ന് വെച്ചാൽ ഒരു ലെയർ വെച്ചിട്ട് രണ്ട് എൻഡിലും ഗ്രൗണ്ടഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ രണ്ട് ടോപ്പിലെ ഒരു പിന്നെ കോയിലും അതുപോലെ ബോട്ടത്തിലെ ഒരു കോയിലും ഈ സ്പ്രിംഗ് ആക്ഷന്റെ എഫക്ട് നമുക്ക് തരുന്നില്ല. പക്ഷെ അത്രയും കോയിൽസ് ടോട്ടൽ ആയിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അപ്പൊ n+2 വരും ഈ രണ്ട് കേസിലും. നോർമലി ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഒന്നും തരുന്നില്ല എങ്കിൽ, ഒന്നും പറയുന്നില്ല എങ്കിൽ, ദെൻ ടേക്ക് സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡ് കേസ്. ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡ് എടുത്തിട്ട് n ക്യാപിറ്റൽ n+2 എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. മറ്റേത് എടുത്തോണ്ടും തെറ്റൊന്നുമില്ല. സ്പെസിഫിക് ആയിട്ട് പറയണം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ടേക്കിംഗ് ദ എൻ കണ്ടീഷൻ ആസ് സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ട്, അല്ലെങ്കിൽ സിംപ്ലി സ്ക്വയർഡ്, അല്ലെങ്കിൽ പ്ലെയിൻ എൻസ്, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ടേക്കിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആസ് n എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യണം. റൈറ്റ്, ക്ലിയർ അല്ലേ? അല്ലേ? നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് കിട്ടും. Now the seventh step is to find the free length. Okay, is to determine the free length or LF. Okay, right. Now the free length is given by the equation. അത് ഡാറ്റാ ബുക്കിൽ ഇല്ല. ഓക്കെ, ഇവിടെ തൊട്ടാവട്ടെ ടേബിളിന്റെ കേസിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അതല്ല. യു ഹാവ് ടു ടേക്ക് ഫ്രോം ദ ബേസിക് ഇക്വേഷൻ. നമ്മൾ അത് ഓർത്തിരിക്കാൻ സിമ്പിൾ ആണ് അല്ലെ. LF is equal to your free length. LF is equal to ND അല്ലെ, where n is the n into d. So n dash into d അല്ലെങ്കിൽ ക്യാപിറ്റൽ n into d എന്ന് എടുക്കാം. ഓക്കെ, where n is the total number of turns. Okay, n into d plus delta max plus 0.15 delta max. Okay, so this is the equation to find the free length, where n into d will give you the solid length. Delta max എന്ന maximum deflection ആണ്. Deflection അതിന്റെ അലവൻസ് ആണ് ഇത്. ഓക്കെ, അലവൻസ് നമ്മൾ എടുക്കുന്നത് 0.15 times delta max ആണ്. Right, so that will give you the free length. Right, so ഇവിടെ ഫ്രീ ലെങ്ത്തിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മള് ഒരു സ്പ്രിങ് കോയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി ഇതിന് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ലോഡ് ഉണ്ട് അല്ലെ. നമ്മൾ ഇതിനൊരു മാക്സിമം, ഇതിന് താങ്ങാൻ പറ്റാത്ത ഒരു മാക്സിമം ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഏതാണ്ട് ഇതുപോലെ സ്പ്രിങ് കംപ്രസ്ഡ് ആയിട്ട് വരും അല്ലെ. സോ ഇതാണ് ഇതിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ, ഡെൽറ്റ മാക്സ്. റൈറ്റ്, പക്ഷെ ഈ ഡെൽറ്റ മാക്സ് കൊടുത്തു കഴിഞ്ഞാലും നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇതിന്റെ ചെറിയൊരു
ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. കാരണം ഇതെല്ലാം കൂടെ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സ്പ്രിംഗ് ആക്ഷൻ കിട്ടില്ല. ഓക്കെ, സോ ദർ ഇസ് സം അലവൻസ് അല്ലെ. ഈ അലവൻസ് ആണ് നമ്മൾ എടുക്കുന്നത് 0.15 ഇൻറ്റു ഡെൽറ്റ മാക്സ് എന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഈ സ്പ്രിംഗ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ആണ് അല്ലെ. അതാണ് എൻ ഡാഷ് ഇൻറ്റു ഡി എന്ന്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എൻ ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ യുവർ ഫ്രീ ലെങ്ത് ഇസ് ഈക്വൽ ടു സോളിഡ് ലെങ്ത് പ്ലസ് മാക്സിമം ഡിഫ്ലക്ഷൻ, അതിൽ വരാൻ പറ്റുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ പ്ലസ് 0.15 into that maximum deflection. So that will give you the total free length. Right. Okay, clear alla? Now the next step is to find the pitch of the rivet. Sorry, pitch of the spring. Okay, so pitch കാണാൻ നമുക്ക് ഇന്നലെ തന്ന same equation തന്നെയാണ്. Pitch P is equal to free length divided by capital N minus 1. Okay, so this is the standard equation. LF free length divided by capital N minus 1. That's the total number of coils minus 1. That will give you the pitch of the rivet. Okay, so that's it. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ കേസിൽ വരിക. ഓക്കെ, സോ നോട്ട് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് പ്രൊസീജിയർ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫോർ ഡിസൈനിങ് എ ഹെലിക്കൽ സ്പ്രിങ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ആദ്യം ഡയമീറ്റർ കണ്ടെത്തി, ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീൻ ഡയമീറ്റർ കണ്ടെത്താം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് കണ്ടുപിടിക്കണം. ആക്റ്റീവ് ടേൺസ് കണ്ടുപിടിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കാണണം, പിന്നെ ഫ്രീ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പിച്ച് കാണാം. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഫ്രീ ലെങ്ത്തിന്റെ ഇക്വേഷനും അതുപോലെ പിച്ചിന്റെ ഇക്വേഷൻ മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് ടാറ്റ ബുക്കിൽ ഉള്ളതാണ്. റൈറ്റ്, സോ ക്ലിയർ അല്ലേ ഇവരുള്ള കേസ് ഡിസൈൻ പ്രൊസീജിയർ? അപ്പോ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതില് ചില ട്രിക്കി കാര്യങ്ങളും കൂടി ഇതിൽ വരും. നമുക്ക് അതെന്താന്ന് പറയാം. കുറച്ച് കൺസെപ്റ്റ് ബേസ്ഡ് ഒന്ന് ചിലപ്പോ ഒന്ന് ചുറ്റിക്കാനുള്ള ചാൻസുകളും ഉണ്ട്. ഓക്കെ, ഒന്ന് ഇത് കൂടാതെ ഒരു ഇക്വേഷൻ കൂടെ കാണാം അവിടെ താഴെ. ഡാറ്റാ ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ 3 ഇക്വേഷൻസ് ആണ്. ഈ 3 ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള വരുന്ന ഒരു ഇക്വേഷൻ അല്ലെ. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K is equal to G(d⁻⁴) divided by 8d³ into n എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കാണാം. ഓക്കെ, അപ്പൊ K is your stiffness. ഓക്കെ, K എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിഫ്നെസ് ആണ്. റൈറ്റ്, സോ അപ്പൊ ഇത്രയും കേസസ് അല്ലാതെ തന്നെ നമുക്കിപ്പം ഇതേപോലെ തന്നെ ഇപ്പം ഇതിൽ ഏതാണോ അൺനോൺ ഉള്ളത്, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഗിവൺ വാല്യൂസ്, ഇപ്പം നമുക്ക് പിന്നെ എന്താ പറയാ ഡിഫ്ലക്ഷൻ തന്നിട്ടില്ല. ഓക്കെ, സി ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറയാ നമ്പർ ഓഫ് ആക്റ്റീവ് ടേൺസ് കാണാൻ നമ്മൾ ഈ ഡിഫ്ലക്ഷന്റെ കേസ് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, പക്ഷെ ഇൻ കേസ് ഇപ്പൊ നമുക്ക് ഡിഫ്ലക്ഷൻ തന്നിട്ടില്ല, വൈ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ എൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസിങ് ദ സ്റ്റിഫ്നെസ് റിലേഷൻ ആണ്. ഓക്കെ, യൂസിങ് കെ വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം, എൻ വാല്യൂ കണ്ടെത്താം. ഓക്കെ, ചിലപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന എങ്ങനെയാ വെച്ചാല് അല്ല നമുക്കിത് പിന്നെ ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്ത് സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ടെങ്കിൽ യു കൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ചിലപ്പോൾ ഇതിൽ വീണ്ടും ചില അൺനോൺ വാല്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. യുവർ സ്റ്റിഫ്നെസ് നമുക്കറിയാം, സ്റ്റിഫ്നെസ് ഈസ് നത്തിങ് ബട്ട് ദ ലോഡ് ബൈ ഡിഫ്ലക്ഷൻ ആണ്. റൈറ്റ്, സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ലോഡ് ബൈ മാക്സിമം ഡിഫ്ലക്ഷൻ. അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ ലോഡ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ്. റൈറ്റ്, ദാറ്റ് ഇസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, സോ ഇത് തന്നെയാണ് ഇതും. ഓക്കെ, അപ്പൊ ചില കേസിൽ നമുക്ക് ചിലപ്പം കെ വാല്യൂ കണ്ടെത്തേണ്ടി വരും. കെ വാല്യൂ തന്നിട്ടുണ്ടാവില്ല, പക്ഷെ മാക്സിമം ഡിഫ്ലക്ഷനും അതുപോലെ ലോഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ആൻഡ് ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ദിസ് വൺ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ. ഓക്കെ, അതുപോലത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ കേസിൽ
അവർക്കൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ കുറെ വാല്യൂസ് ഗിവൺ അല്ല. അപ്പൊ പിന്നെ പിള്ളേർ പലതും അസ്യൂം ചെയ്തങ്ങ് പോയി. ഓക്കെ, ചിലത് അസംഷൻ എടുത്തു. അപ്പൊ അതിൽ പക്ഷെ ഒന്നും അസ്യൂം ചെയ്യാനുണ്ടായിരുന്നില്ല. എല്ലാം ഇതുപോലെ കണ്ടെത്താവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം സ്റ്റിഫ്നെസ് കാണണമായിരുന്നു, സ്റ്റിഫ്നെസ് ബേസ് ചെയ്തിട്ട് എന്നെ കാണണമായിരുന്നു, എന്നെ ബേസ് ചെയ്തിട്ട് ബാക്കി ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ മെജോറിറ്റി പേരും അതങ്ങ് തെറ്റിച്ചിട്ട് വന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസും കൂടെ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സ്റ്റിഫ്നെസിന്റെ രണ്ട് സെറ്റ് ഇക്വേഷൻ. ഓക്കെ, ഒന്ന് സ്റ്റിഫ്നെസ് k is equal to this one, g d raised to 4 divided by 8 d cube into n. Also, your stiffness k is nothing but the load by deflection. That's it. Clear അല്ലേ? റൈറ്റ്. നമുക്ക് ഇതൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ബേസ് ചെയ്തിട്ട് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ വളരെ സിമ്പിൾ ആണ്. അതേപോലെയാണ് കോൺസെൻട്രിക് ലോഡും വരുന്നത്. ഇത്രയും സ്റ്റെപ്പ് ഉള്ളൂ. ഇതിന് പക്ഷെ ഒരു ഫാറ്റീഗിന്റെ കേസും കൂടെ വരുന്നുണ്ട്, പക്ഷെ അതും സിമ്പിൾ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. പിന്നെ ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിച്ച് വായിക്കണം. ചിലപ്പോ ഒരു ട്രിക്കി ആയിട്ട് വരും. ഓക്കെ, ലാസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കാം. ഇറ്റ് ഇസ് എ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ്. Helical compression spring to carry a load of 1.5 kilonewton with a deflection of 40 mm. Spring index is 5. Spring index C is 5. Allowable shear stress is 400 Newton per mm square. Is 400 Newton per mm square. Take modulus of rigidity as 8 into 10 raised to 10. 8 into 10 raised to 10 Newton per meter square. Okay. Newton per meter square. Okay. Then question is a helical compression spring to carry a load of 1.5 kilonewton with a deflection of 40 mm. Spring index C is 5. So D by D ratio is 5. Allowable shear stress is 400 Newton per mm square. Allowable modulus of rigidity is 8 into 10 raised to 10. ഓക്കെ, ആ ജി വാല്യൂനെ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് മാറ്റണം. നമുക്ക് തന്നെ മാറ്റാം. ജി വാല്യൂ മാറ്റിയാൽ ശരിക്കും 8 into 10 raised to 4 Newton per mm square വരും അല്ലേ? അതായത് തന്നെ മാറ്റുന്നതല്ല, ബാക്കിയെല്ലാം MM തന്നെ ഉണ്ടാവുക.
കറക്റ്റ്. അപ്പൊ അതിന്റെ ഗിവൺ വാല്യൂസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യാം. അതിന്റെ സൊല്യൂഷനിലേക്ക് വരാം. ഓക്കെ, ചെയ്തൂടെ? സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. എടാ ഈ അവർ എത്ര മണി വരെയാ? 11. അടുത്ത അവർ എൻ്റെ തന്നെയാണ്. 2 അവർ ഞാൻ തന്നെ, 6th അവർ ഞാൻ തന്നെ. 12, അത് പിന്നെ 12:30 വരെ അല്ലേ? അല്ലേ? ഓക്കെ, അപ്പോൾ ഡിസൈൻ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ് ടു കാരി ലോഡ് ഓഫ് 1.5. റൈറ്റ്. ഇവിടെ നമുക്ക് ക്വസ്റ്റൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്പ്രിംഗ് ഉണ്ട്, അത് ജസ്റ്റ് ഒരു റഫ് സ്കെച്ച് വർക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ സബ്ജക്ട് ടു ലോഡ് ഓഫ് 1.5 kN. റൈറ്റ്. ഇതിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് 400 Nm/mm² ആണ്. ഓക്കെ, അപ്പൊ ഈ 1.5 kN അപ്ലൈ ചെയ്തപ്പോ ഇതിൽ വന്ന ഡിഫ്ലക്ഷൻ ആണ് എത്ര? ഡിഫ്ലക്ഷൻ 40 mm. ഓക്കെ, ഇത് മനസ്സിലാക്കണം. ഇത് മാക്സിമം ഡിഫ്ലക്ഷൻ അല്ല, അല്ലെ? എന്താണ് 1.5 kN അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായ 40 mm ആണ് അടുത്ത ഡിഫ്ലക്ഷൻ. അപ്പൊ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ആണ് എത്ര? 1.5 kN. റൈറ്റ്, അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സ്പ്രിംഗ് ഇൻഡെക്സ് വാല്യൂ C is equal to 5. C എന്ന് പറയുന്നത് D/D ആണ്. ഫൈൻ. അലോബിൾ ഷിയർ സ്ട്രെസ് G വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. റൈറ്റ്, ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. See, the first step എന്ന് പറയുന്നത് is to write the given values, അല്ലെ? എല്ലാ given conditions, given steps കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം വന്ന സ്റ്റെപ്പ്. ഓക്കെ, മെയിൻ സ്റ്റെപ്പ് ഇവിടെ തുടങ്ങുന്നത് വെച്ചാൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ വയർ ഡിറ്റർമിൻ ചെയ്യുന്നതിലൂടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. സോ കംപ്ലീറ്റ് ദ ഡിസൈൻ given data and all, and after that we'll find the diameter of the wire of fire. Okay, so diameter of the wire കാണാൻ you have to start with your permissible shear stress equation. Okay, so we have tau is equal to എന്താണ് equation? K into 8PD അല്ല 8P equation എന്തായിരുന്നു? 8P divided by pi d cube അല്ലേ? pi d cube. അല്ല, സി തന്നിട്ടില്ലേ? സീന്റെ വാല്യൂ തന്നുകൊണ്ട് അതല്ലേ എടുക്കണ്ടേ? അതെ അതെ സി ഇപ്പൊ അതെ നമുക്ക് ദാറ്റ് ഈസ് അഗൈൻ ഈക്വൽ ടു K into 8 into PC divided by pi small d square. റൈറ്റ്, കാരണം സ്മോൾ ഡയമീറ്റർ ഡി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. റൈറ്റ്, അതല്ല എങ്കിൽ ക്യാപിറ്റൽ ഡി വാല്യൂ നിന്ന് കണ്ടെത്തുകയും ചെയ്യാം. ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു 5 into സ്മോൾ ഡി ആണ്, അല്ലെ? ഇപ്പോ അല്ല സോറി, ഡയമീറ്റർ അറിയില്ലല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ. സോ ഷിയർ സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് യൂസ് ദിസ് ഇക്വേഷൻ. സി വാല്യൂ അറിയാം, പി വാല്യൂ അറിയാം, കെ അറിയാം, അല്ല സോറി കെ അറിയില്ല, പി അറിയാം, സി അറിയാം, ഡി അറിയില്ല, ഷിയർ സ്ട്രെസ് അറിയാം. അപ്പൊ ഇനി എന്ത് വേണം? യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഓക്കെ, കെ വാല്യൂ രണ്ട് തരത്തിൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Either you can use the equation 4c minus 1 divided by 4c minus 4 plus 0.615 divided by small d അല്ലേ? divided by എന്തായിരുന്നു? C, 0.615 divided by C. Okay, so either substitute the C value over here and find the K value, or from the graph. Okay, directly from the graph നമുക്ക് ആ വാല്യൂ എടുക്കാം. ഇതുപോലെ ഒരു ഗ്രാഫ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? C5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ കണ്ടെത്താം. അങ്ങനെ വേണമെങ്കിലും കാണാം. ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് C and also then using this relationship find the value of D. Okay, K വാല്യൂ കണ്ടെത്തുക. ആദ്യം K കണ്ടെത്തുക. K കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and find the value of small d. 1.3 K വാല്യൂ
ആ എത്ര 1.3. യെസ് 1.3 റൈറ്റ്. അത് പ്രോബ്ലം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ 1.31 കിട്ടും. ഗ്രാഫിലൂടെ നോക്കിയാൽ നമുക്ക് ഏതാണ്ട് 1.3 തന്നെ കിട്ടും. റൈറ്റ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓവർ ഹിയർ. 1.3 എന്താ, ഇത് മാത്രമേ ഇവിടെ മിസ്സിംഗ് ഉള്ളൂ. സോ കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി അറിയാം, സി അറിയാം, പൈ അറിയാം, ടോയും അറിയാം. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡയമീറ്റർ സ്മോൾ ഡി. എത്രയാണ്? 0.86. എത്രയാണ്? 0.886. എടാ അത് പിന്നെ ഇതാണ് ലോഡ് എത്ര കിലോ ന്യൂട്ടണിലാണ് വന്നത്, എന്നെ ന്യൂട്ടണിലേക്ക് മാറ്റി. കണ്ടിനാ? എന്താ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കിയേ. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാല് 1.315 150 into 5 divided by 5 into 400. അല്ല, എഴുതാം. കെ എത്രയായിരുന്നു? 1.31 ഇൻറ്റു 8 ഇൻറ്റു പി വാല്യൂ എത്രയാണ്? 1.13 ഇൻറ്റു സി വാല്യൂ. സി എത്രയാണ്? 5. 6.9. 6.9. ഒരു സെക്കൻഡ്. 5 ഇൻറ്റു ഷിയർ സ്ട്രെസ് വാല്യൂ ഇസ് 400 അല്ലേ? 2.8. 1000 ഡി സ്ക്വയർ അല്ലേ? അപ്പൊ ഡി എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് എത്ര കിട്ടിയ? 2.80. അയ്യോ അല്ല, എന്നാണ് അങ്ങനെ വ്യത്യാസം? 7.9 ആദർശ് 7.9 കിട്ടിയ. 7.9 വരും. ചെയ്ത് നോക്കി, എന്തോ മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ ചെയ്തില്ല. സ്ക്വയർ റൂട്ട് എടുത്തിട്ടില്ലേ? സ്ക്വയർ റൂട്ട് എടുത്തിട്ടില്ലേ? ഒരു സെക്കൻഡ്, ഞാൻ ചെക്ക് ചെയ്യാം. into 1.31 into 31 into 1500 to 5. 7.9 അതെ. അതെ 7.91 കറക്റ്റ് എടുത്തുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഡയമീറ്റർ ഡി ഇസ് ഈക്വൽ ടു 7.91 mm. ഓക്കെ, ശരിക്കും ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം യൂസിങ് എ ടേബിൾ. പക്ഷെ ആ ടേബിൾ നമുക്കില്ല. അപ്പോൾ ഇതേ വാല്യൂ വെച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. സോ യുവർ മീൻ ഡയമീറ്റർ. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദ മീൻ ഡയമീറ്റർ. മീൻ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു സ്മോൾ ഡി അല്ലേ? സി ഇസ് 5, സ്മോൾ ഡി ഇസ് 7.91. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 41.1 അല്ല കേട്ടോ 5 അല്ല 39.55 വരും അല്ലേ? 39.55 mm കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് യുവർ മീൻ ഡയമീറ്റർ. റൈറ്റ്. അപ്പോൾ ഇത് 2 സ്റ്റെപ്പായി. Now next step is to find the number of active turns. Okay, so അതിന് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇസ് യുവർ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ഡിഫ്ലക്ഷൻ എത്ര തന്നിട്ടുണ്ട്. 1.5 കിലോമീറ്റർ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എത്ര? 40 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഡയറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഡെൽറ്റ അല്ലെങ്കിൽ y is equal to HPC cube n divided by g വാല്യൂ തന്നിട്ടുണ്ട്. g വാല്യൂ ഉണ്ട്. So you can substitute the g value, g into d അല്ലേ? Right, substitute the value. P value is 1.5 kilonewton അല്ലേ?
കാരണം 1.5 കൊടുത്തപ്പോഴാണ് ഈ ഡിഫ്ലക്ഷൻ കിട്ടിയത്. അപ്പോൾ ഡിഫ്ലക്ഷൻ 400 is equal to this one. Solve it and find the value of n. Find the value of number of active turns. കിട്ടിയോ? ഇത്ര 16 പോയിന്റ് ഇത്രടാ 16 പോയിന്റ് 85. Okay, right. So next value എടുക്കുക. Number of turns അല്ലേ? 16.85 turns എന്നൊന്നും പറയില്ലല്ലോ അല്ലെ? തൊട്ടടുത്ത number of turns that is 17. Number of turns is n equal to 17 എടുക്കാം. Right. Now, see ഇനി എന്ത് വേണം? ഇത് number of active turns ആണ്. ഇനി നമുക്ക് എന്ത് വേണം? Total number of turns വേണം അല്ലേ? Okay. Okay, total number of turns വേണം. അപ്പോൾ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. Step number 4 അല്ലേ? For total number of turns, capital N. Okay. So capital N is equal to എന്താ? നമുക്ക് കണ്ടീഷൻ എടുക്കണം അല്ലെ? നമുക്കിപ്പോ ആസ് പെർ ക്വസ്റ്റ്യൻ ഒരു കണ്ടീഷനും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് assuming it as a squared and grounded condition ആയിട്ട് എടുക്കാം. Squared and grounded condition where n is equal to n plus 2. Okay. So n 17 ആണ് plus 2. The total number of turns you can take it as 90. Okay. It's up to you. Okay. അപ്പൊ നമുക്കിത് സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡ് ആണെന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഓക്കെ. സി ഇത് ആ ഒരു സാധനം ഉണ്ടല്ലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് n കണ്ടീഷൻ, അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റൻ ആണ്. 2 മാർക്കിന് 3 മാർക്കിന്റെ തിയറി ക്വസ്റ്റൻ ആയിട്ട് പലപ്പോഴും കണ്ടൊരു സാധനമാണ്. അപ്പോൾ ഡയറക്റ്റ് ഡാറ്റാ ബുക്കിൽ നോക്കിയിട്ട് ആ ഡയഗ്രാം വരച്ച് അതിന്റെ നമ്പർ ഓഫ് ടേൺസിന്റെ കേസും കൂടെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ തൊട്ട് താഴത്തെ ടേബിളും കൂടെ വരച്ച് വെച്ചാൽ ശുഭം, ഫുൾ മാർക്കാണ്. Right. Okay. So your total number of turns is equal to 19. Right. Okay. Now the next step is to find the free length. Okay. Find the free length. See though. Free length. LF is equal to n into d plus delta max plus 0.15 delta max. Okay. So ഇവിടെ ഈ ഒരു കേസിൽ തന്ന മാക്സിമം ലോഡ് 1.5 ആണ്. അപ്പൊ അത് തന്നെ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ. y വാല്യൂ തന്നെ മാക്സിമം ഡിഫ്ലക്ഷൻ ആയിട്ട് എടുക്കാം. സോ 40 mm തന്നെ എടുത്തിട്ട് ചെയ്താൽ മതി. കാരണം മാക്സിമം ലോഡ് എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് കേസ് പറയുന്നില്ല. പക്ഷെ മാക്സിമം പെർമിസിബിൾ നമുക്കിവിടെ സെപ്പറേറ്റ് നമ്മൾ ക്വസ്റ്റിൽ പറയുന്നുണ്ട്, മാക്സിമം പെർമിസിബിൾ സ്ട്രെസ് ആണ് അല്ലെ? മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആണ് തന്നെ അല്ലെ? എന്ന് വെച്ചാൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡ് തന്നെയാണ് പി. റൈറ്റ്. ഈ പി എന്ന് പറയുന്നത് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പി മാക്സ് ആണ്. അപ്പൊ പി മാക്സ് കൊണ്ട് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അത് y മാക്സിമം തന്നെയാണ്, അല്ലെങ്കിൽ ഡെൽറ്റ മാക്സിമം തന്നെയാണ്. ഓക്കെ. സോ അതേ കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. Here delta max value you can take it as 40, right? So this is equal to 19 into diameter d. Diameter d നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്ലസ് ഡെൽറ്റ മാക്സ് വാല്യൂ. ഓക്കെ, 40 mm ആണ്, പ്ലസ് 0.15 into 40 mm. Okay, solve this and find the value of
ഫ്രീ ലെങ്ത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിച്ച് ആണ്. ലെങ്താ 197 ആ? 96.1. Okay, right. Yes. 97 mm. Similarly, find the pitch. Pitch is equal to free length divided by n minus 1. Okay, that is equal to free length 197 divided by 19 minus 1. So, I'll divide by 18 here. Find the pitch. Right? 10.8, right. So, next value can take the pitch value as 11 mm. Clear അല്ലേ? Okay. നമുക്കൊരു അടുത്തൊരു ഡിഫറെന്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ തരാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നെ, അല്ലെ? പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എത്ര 400 ആണെന്ന് പറഞ്ഞു. പക്ഷെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് തരില്ല മാക്സിമം ഷിയർ സ്ട്രെസ്. ക്വസ്റ്റ്യനിൽ മാക്സിമം ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് തരും. ഇത് തരില്ല, പകരം ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് തരും ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റിയും തരും. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 എന്നൊക്കെ പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ ഇത് 800 ഈസ് ദ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിച്ചാൽ, പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഷിയർ സ്ട്രെസ് ആണ്, അല്ലെ? എന്ന് വെച്ചാൽ യു ഹാവ് ടു ഡിവൈഡ് യുവർ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. എന്നിട്ട് വേണം 400 MPa. ഇത് ബേസ് ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ഓൾവേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് ദ പെർമിസിബിൾ ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂ ബേസ് ചെയ്തിട്ട് വേണം പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, ഇത് ഇനി ഇവിടുന്ന് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും ഇത് അപ്ലിക്കബിൾ ആണ്. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് തരുന്നെങ്കിൽ അതിൽ വേറെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാ വെച്ചാൽ ഡിവൈഡഡ് ബൈ ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ്. അതുപോലത്തെ പ്രോബ്ലം പിന്നീട് വരും. റൈറ്റ്, ഇതിലുണ്ട്. നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ തരാം. റൈറ്റ്, അല്ല ആ ഒറ്റ സ്റ്റെപ്പേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സെയിം ആണ്. പക്ഷേ ഈ പെർമിസിബിൾ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചിട്ട് എടുക്കണം. റൈറ്റ്, ഓക്കെ. സോ അടുത്ത പ്രോബ്ലം എഴുതിക്കോ. അടുത്ത കുറച്ചൊരു ചെറിയൊരു വേരിയേഷൻ ആണ് ഈ പ്രോബ്ലത്തിന് വരുന്നത്. സോ ക്വസ്റ്റ്യൻ ആണ്, ഡിസൈൻ എ ക്ലോസ് കോയിൽഡ് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ്. ഡിസൈൻ എല്ലാരും ചെയ്തിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചെയ്തിട്ടില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഇപ്പൊ പറയണേ. ഓക്കെ, ഡിസൈൻ എ ക്ലോസ് കോയിൽഡ് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ്. ഇത് വളരെ എളുപ്പമാണ് ഈ ടോപ്പിക്. ഹെലിക്കൽ എങ്ങനെയും ഫുൾ മാർക്ക് വാങ്ങാവുന്ന ടോപ്പിക്കാണ്. കംപ്രഷൻ സ്പ്രിംഗ് ഫോർ എ സർവീസ് ലോഡ്, for a service load ranging from 2.5 kilonewton to 3 kilonewton. The deflection for this load range is, okay, the deflection for this load range is 6 mm. Use a spring index of 5.
Take the shear yield strength as. Okay. Take the shear yield strength as. ഇതിലെല്ലാം വരുന്നുണ്ട്. Take the shear yield strength as 700 Newton per mm square. And modulus of rigidity and G is equal to 8 into 10 to the power 4 Newton per mm square. Factor of safety should not be less than 1.3. Okay, factor safety should not be less than 1.3. So factor of safety should be less than or equal to 1.3. Okay, that's it. Okay, so design a closed coil helical compression spring for a service load ranging from 2.5 kilonewton to 3 kilonewton. ഇത് കുറച്ചൊരു ട്രിക്കിയാണ്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, പക്ഷെ സിമ്പിൾ ആണ്. സാധാരണ തന്നെയല്ലേ? ആ അതെ അതെ, അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഹെലിക്കൽ സ്പ്രിങ് രണ്ട് ലോഡിന് റിഫ്ലക്ഷൻ എങ്ങനെയാണോ? രണ്ട് ലോഡ് പറയുന്നില്ലേ? രണ്ട് ലോഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് റിഫ്ലക്ഷൻ മാക്സിമം ആയിരിക്കില്ലേ? ഡിഫ്ലക്ഷൻ 6 mm എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കൂലേ? അല്ല, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാരും ഒന്ന് ആലോചിക്കുക, എല്ലാരും ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കുക. ഞാൻ പറയാം, ഒരു 2 മിനിറ്റ് എടുത്തോ. 12:15 12:17 വരെ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അങ്ങനെയാണ് മിനിമം. അപ്പൊ എവിടെ എന്തൊക്കെ വേരിയേഷൻ വരുന്നുള്ള കാര്യം ഒന്ന് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ പറയാം, ഒന്ന് കറക്റ്റ് ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. .5 ന്യൂട്ടൺ അല്ലേ? 0.5 കിലോന്യൂട്ടൺ. എങ്ങനെയാണോ 0.5 എവിടെ വരുന്നു? ഓക്കെ റൈറ്റ്. യെസ് അതുകൊണ്ട് കത്തിയല്ല, പക്ഷെ അവിടെയും കഴിയുന്നില്ല. വീണ്ടും അതിൽ കുറച്ച് കോംപ്ലക്സ്. y എടുക്കുമ്പോ സ്മോൾ വാല്യൂ എടുക്കാം, ഡെൽറ്റ മാക്സ് എടുക്കുമ്പോ ബിഗ് എടുക്കാം. അല്ല അവിടെ പോയി. ആദ്യം പറഞ്ഞതെല്ലാം കണ്ടായിരുന്നു. അതൊന്ന് ചിത്രം വരച്ചു നോക്കും, ആ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കുക. ലോഡ് ആക്ട് ചെയ്യുന്നതെല്ലാം ഒന്ന് വരച്ചു നോക്കും, അപ്പൊ ഐഡിയ കിട്ടും. അല്ലെ, എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എങ്ങനെയാ ഗ്രാഫോ? മനസ്സിലായില്ല കൃഷ്ണ. ഒന്നുമില്ല, ലോഡ് കയറി ഗ്രാഫ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു സിമ്പിൾ അതിന്റെ വർക്കിംഗ് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറയാം. അപ്പൊ ഇതില് കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, ഇതിലൂടെ ഇതിന്റെ ഒരു മെയിൻ കാര്യം കഴിയും. ഓക്കെ, ഇതില് വലിയ ആനക്കാരൊന്നും വരുന്നില്ല. ഇത് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഒന്നും കാര്യമായിട്ട് വരിക. 2.5 കിലോന്യൂട്ടൺ റിഫ്ലക്ഷൻ ഉണ്ടായി, എന്നിട്ട് 3 കിലോമീറ്റർ 6 mm റിഫ്ലക്ഷൻ കൂടി അല്ലേ? അതെ, അതാണ് കൺസെപ്റ്റ്. പക്ഷെ പിന്നീട് നീ പറയുന്നതിലാണ് ചെറിയ പ്രശ്നം വരുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, ഇനി 10 സമയമുള്ളൂ, നമുക്ക് പറയാം. സോ നമുക്കൊരു സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇവിടെ ഇനീഷ്യലി ഇതില് എന്താ ഉള്ളത്? ഒരു 2 കിലോന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ,
ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഇനീഷ്യലി ഇത് കംപ്രസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്, ഫ്രീ സ്റ്റേറ്റിലല്ല ഉള്ളത് അല്ലെ. അപ്പൊ ഇനീഷ്യലി ഒരു P1 ലോഡ് 2.5 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ മുകളിൽ. എന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ലത് 2500 ന്യൂട്ടൺ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ വീണ്ടും ഒരു ലോഡ് കൊടുക്കുകയാണ്. P2 എത്ര 3000 ന്യൂട്ടൺ എന്നുള്ള ലോഡ് കൊടുക്കുകയാണ്. 3000 ന്യൂട്ടൺ എന്നുള്ള ലോഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഇത് ഒന്നുകൂടെ കംപ്രസ്ഡ് ആയി. ഓക്കെ, ഒന്നുകൂടെ കംപ്രസ്ഡ് ആയി എന്ന് വെച്ചാൽ അന്നേരം ഇവിടെ ഉണ്ടാവുന്ന ആ ലോഡ് വന്ന സമയത്ത് 3000 ന്യൂട്ടൺ അഡീഷണൽ ലോഡ് വന്ന സമയത്ത് ഇവിടെ ഉണ്ടായ കംപ്രഷൻ ആണ് എത്ര, ദ ഡിഫ്ലക്ഷൻ ഫോർ ദിസ് ലോഡ് റേഞ്ച് ആണ് പറഞ്ഞത് അല്ലെ. എത്രയാണ് 6 mm ആണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി 2500 ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2500 അതെങ്ങനെ നിൽക്കുമെന്ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു എൻഫീൽഡിൽ യാത്ര ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ ഞാൻ അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇരിക്കുമ്പോ എന്റെ ഒരു ലോഡ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഉള്ള സ്റ്റേറ്റിലല്ല, അതൊന്ന് കംപ്രസ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പോ ഞാൻ അതില് പിന്നെ ഒരു പോയിന്റിൽ എത്തിയപ്പോ ഞാൻ എന്റെ കുട്ടീനെയും കൂടെ എടുത്തിട്ട് എന്റെ മടിയിൽ അങ്ങ് ഇരുത്തി. ഓക്കെ, അപ്പൊ എന്തായി, ഒരു അഡീഷണൽ ലോഡ് വന്നു. ഓക്കെ, അത് വന്ന സമയത്ത് അവിടെ വീണ്ടും ഒന്ന് കംപ്രസ്ഡ് ആയി. ആ കംപ്രസ്ഡ് ആയ ലെങ്ത് ആണ് ശരിക്കും ഈ പറയുന്ന 6 mm. മനസ്സിലായില്ലേ? റൈറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. നമുക്ക് രണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉള്ളത്. ഫസ്റ്റ് ഡയമീറ്റർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ടോ ഇസ് ഈക്വൽ ടു 8PD ബൈ വാട്ട് എവർ ഇറ്റ് ഇസ് അല്ല, ഒരു ഇക്വേഷൻ ഉണ്ട് 8PD ക്യൂബ് ബൈ എന്താണ് എന്തോ ബൈ ഡി എൻ ഡി സംതിങ് അല്ലെ. ഇക്വേഷൻ കറക്റ്റ് അല്ലേ ഇത്? നോക്കണേ. ഓക്കെ, K ഇൻറ്റു സംതിങ്. റൈറ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ് എടുക്കുന്നത് എന്തിനെടുക്കുക, മാക്സിമം ഇതോടെ നമ്മൾ എടുക്കുന്ന പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആണ് അല്ലെ. പെർമിസിബിൾ ഷിയർ ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിവിടെ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് തന്നെ, നമുക്കിവിടെ ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി 1 പോയിന്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ ആക്ട് ചെയ്യുന്ന ഈ സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് ഞാൻ എടുക്കേണ്ട ലോഡ് ഇതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ലോഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ടു 3000 ന്യൂട്ടൺ എന്നുള്ള ലോഡ് കൊടുക്കുമ്പോഴാണ് ഇവിടെ മാക്സിമം അതിൽ വരുന്ന, അതിൽ 3000 ന്യൂട്ടൺ ആണ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന മാക്സിമം ലോഡ്. അന്നേരം അവിടെ ഉണ്ടാവുന്ന മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഷിയർ സ്ട്രെസ് കാണുന്ന സമയത്ത് കൊടുക്കേണ്ട ലോഡ് എന്ന് പറയുന്നത് മാക്സിമം ലോഡ് ആയിരിക്കണം, വിച്ച് ഇസ് 3000 ന്യൂട്ടൺ. ഇതൊരു കേസ്. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വേണം ഡയമീറ്റർ D കാണാൻ. രണ്ടാമത്തെ കേസ് ഡിഫ്ലക്ഷൻ കാണുന്ന ഇക്വേഷൻ ആണ്. ഡിഫ്ലക്ഷൻ y is equal to again 8PD cube n divided by something അല്ലെ, സംതിങ് ഒരു ഇക്വേഷൻ ആയില്ലേ. അപ്പോ ഇവിടുത്തെ ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കിയ എന്താ, ഒറിജിനലി 2500 ന്യൂട്ടൺ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു 3000 മുകളിൽ അപ്ലൈ ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ 2500 3000 എന്ന് പറഞ്ഞാൽ എത്ര, അഡീഷണൽ ആയിട്ട് ഒരു 500 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത സമയത്ത് വന്ന ഡിഫ്ലക്ഷൻ ആണ് RMM അല്ലെ. സോ ഈസ് RMM 6 mm is corresponding to എത്ര 500 ന്യൂട്ടൺ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണത്. എന്ന് വെച്ചാൽ ഈ ഡിഫ്ലക്ഷന്റെ ഇക്വേഷനിൽ 6 is equal to 8P എടുക്കുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് 500 into d cube n divided by something. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ അല്ല ക്ലിയർ ആയോ? എന്താ അവസ്ഥ, കൺഫ്യൂഷൻ ആയാ? ഇല്ല, അത് മനസ്സിലായ അങ്ങനത്തെ ലോഡ് എടുക്കേണ്ടത് നേരത്തെ മനസ്സിലായി. എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസിന്റെ കേസിൽ എടുക്കേണ്ടത് മാക്സിമം ലോഡാണ്. ഷിയർ സ്ട്രെസ് നമുക്ക് ഷിയർ സ്ട്രെസ് യൂസ് ചെയ്ത് നമ്മൾ കാണുന്നത് ഡയമീറ്റർ കാണാനാണ് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് എടുക്കണം, P മാക്സിമം എത്രയാണ് അവിടെ ലോഡ് അപ്ലൈ. ഇപ്പൊ ഒരു റേഞ്ച് ഓഫ് ലോഡാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ, രണ്ട് കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് ഫാറ്റീഗിന്റെ പ്രോബ്ലം അല്ല. ഓക്കെ, ഫാറ്റീഗിന്റെ പ്രോബ്ലം അല്ല. ഫാറ്റീഗിന്റെ പ്രോബ്ലം ആകുമ്പോൾ കണ്ടിന്യൂസ്ലി വാരിങ് ആയിരിക്കണം. ഓക്കെ, കാരണം ഫാറ്റീഗിന്റെ പ്രോബ്ലം അടുത്ത വരും, അതുകൊണ്ട് ഇത് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞ ഇത് ആലോചിച്ചാൽ മതി. ഞാൻ എന്റെ ബൈക്കിന്റെ മുകളിൽ ഇരുന്നു, അതിന്റെ സ്പ്രിങ്ങിന്റെ മുകളിൽ ഒരു ലോഡ് വന്നിട്ടുണ്ട്, ഞാൻ എന്റെ കുട്ടീനെ എടുത്ത് മടിയിൽ വെക്കുന്നു, അപ്പൊ വീണ്ടും ഒരു ലോഡ് വന്നു. ഇതേ കണ്ടീഷനാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ലോഡ് ഒരു റേഞ്ചിലാണ് ഉള്ളത്. ഓക്കെ, എന്റെ കുട്ടീനെ വെച്ചിട്ട് ഞാൻ ഇരുത്തിയ സമയത്ത് ഉള്ള ഡീഫോർമേഷൻ ആണ് അവിടെ നമുക്ക് തന്ന 6 mm. മനസ്സിലായോ? എന്ന് വെച്ചാൽ ആ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ അതിൽ ആക്ട് ചെയ്ത വെയിറ്റ് ആണ്. അഡീഷണൽ ആയിട്ട് ഇപ്പൊ പിന്നെ ഞാൻ പറയാം, എനിക്കിപ്പോ വെയിറ്റ് ഒരു 70 കിലോ ആണെന്ന് 70 ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, 70 ന്യൂട്ടൺ ആണ് എന്റെ വെയിറ്റ്. ഓക്കെ, എന്റെ കുട്ടിയുടെ വെയിറ്റ് 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇനീഷ്യലി അതിൽ അപ്ലൈ ചെയ്ത വെയിറ്റ് 70 ന്യൂട്ടൺ ആണ്. പിന്നെ അതിലെ
അപ്ലൈ ചെയ്ത വെയിറ്റ് 80 ന്യൂട്ടൺ ആണ് അല്ലെ. 70 ന്യൂട്ടണിൽ ഞാൻ അവിടെ ഇരുന്നു, പിന്നെ 80 ന്യൂട്ടൺ എന്റെ കുട്ടീനും കൂടെ വെക്കുമ്പോൾ ടോട്ടൽ വെയിറ്റ് 80 ന്യൂട്ടൺ ആയി. അതുപോലെയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നത്. പക്ഷെ അവിടെ ഡീഫോർമേഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എന്റെ കുട്ടിയുടെ 10 ന്യൂട്ടൺ വെയിറ്റ് കൊണ്ടാണ് അവിടെ 6 mm ഡീഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡീഫോർമേഷൻ കാണുന്ന സമയത്ത് ആ ഡിഫറൻസ് ഇൻ ലോഡ് വേണം എടുക്കാൻ. ഓക്കെ, സോ y is equal to ഈ ഒരു കേസിൽ 500 ന്യൂട്ടൺ കൊണ്ടാണ് അവിടെ ഡീഫോർമേഷൻ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആയാലേ പോവുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മനസ്സിലായി. അതേഴ്സ് ഇൻ ഷോർട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഡയമീറ്റർ കാണാൻ മാക്സിമം ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് 8P എന്ന് പറയുന്ന P എന്ന് പറയുന്നത് P മാക്സ് ആണ്. ഓക്കെ, അതേപോലെ ഡിഫ്ലക്ഷൻ എടുക്കുന്ന സമയത്ത് ആ 8P വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ലോഡാണ്. ഇത്ര മാത്രമല്ല ചാൻ. ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷനിൽ മാക്സിമം P എടുക്കുക എന്ന് വെച്ചാൽ 3000 എടുക്കുക. ഡിഫ്ലക്ഷൻ കാണുന്ന സമയത്ത് എന്തെടുക്കുക? ഡിഫറൻസ് ഇൻ ലോഡ് വിച്ച് ഇസ് 500. മനസ്സിലായോ? ക്ലിയർ ആണോ? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിക്കുന്നത് നമ്മൾ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് കാണാൻ. കാരണം നമുക്ക് ഇവിടെ മാക്സ് തന്നിട്ടുള്ളത് ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നത് പെർമിസിബിൾ സ്ട്രെസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമുക്ക് തന്ന ഗിവൺ ക്വാണ്ടിറ്റീസ് പറയുന്നത് ഒന്ന് ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഫോർ ഷിയറിന്റെ കേസാണ് അല്ലെ. എത്ര? 700 ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി മാക്സിമം പറഞ്ഞ എത്ര? 1.3 വരെ ഉപയോഗിക്കാം അല്ലെ. അങ്ങനെ ആകുമ്പോൾ എന്റെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് പറഞ്ഞാൽ 700 ഡിവൈഡഡ് ബൈ 1.3 ആയിരിക്കും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വേണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. Okay, so our value we can equate in this equation. That's it. Almost okay ആണോ? കത്തിയോ? കൺസെപ്റ്റ് കത്തിയോ? ബാക്കിയുള്ളവർ ആരും ഒന്നും പറയുന്നില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പോ ആ പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതേ ബാക്കിയെല്ലാം സെയിം ആണ്. ആകെ ഈ രണ്ട് കാര്യങ്ങളിലെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഒന്ന് ഡിഫറൻസ് ഇൻ ലോഡ് എടുക്കുന്ന കേസും പിന്നെ മാക്സിമം സ്ട്രെസ് എടുക്കുന്ന കേസും. അപ്പൊ അത് എന്തായാലും സോൾവ് ചെയ്യണം. കാരണം ഒന്നാമത് ടൈം കുറവാണ് നമുക്ക്. അതെല്ലാം സെയിം തന്നെ, അതെല്ലാം അങ്ങനെ തന്നെ. ഡെൽറ്റ മാക്സ് എടുക്കുന്ന സമയത്ത് മാക്സിമം ഡിഫ്ലക്ഷൻ എടുക്കണ്ട അല്ലെ. മാക്സിമം ഡിഫ്ലക്ഷന്റെ കേസിൽ മാക്സിമം ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്തുള്ള ഡിഫ്ലക്ഷൻ വേണം എടുക്കാൻ. ഡെൽറ്റ മാക്സ് അപ്പൊ സെപ്പറേറ്റ് കാണണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം 6 എടുത്തിട്ട് ചെയ്യാതെ. 6 അല്ല അവിടുത്തെ മാക്സിമം ഡിഫ്ലക്ഷൻ. കാരണം അവിടെ ഇനീഷ്യലി 2500 എന്നുള്ള ലോഡ് കൊടുക്കും. ഇപ്പൊ നേരത്തെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ബൈക്കിൽ ഇരിക്കുമ്പോൾ തന്നെ അതിലൊരു ഡിഫ്ലക്ഷൻ വന്നു. പ്ലസ് അടുത്ത വെയിറ്റും കൂടെ വെക്കുമ്പോൾ വന്ന ഡിഫ്ലക്ഷൻ ആണ് 6 mm. ഓക്കെ, ഇനീഷ്യലി വന്ന ഡിഫ്ലക്ഷൻ പ്ലസ് ടോട്ടൽ ഡിഫ്ലക്ഷൻ എടുക്കണം. അപ്പൊ ഡെൽറ്റ മാക്സ് കാണണം, എങ്ങനെ കാണണം എന്നൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്തായാലും അത്രയും ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിലൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. മാർക്ക് ചെയ്തോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഞാൻ ഒരു എക്സാം ഇടുമ്പോൾ ചിലപ്പോൾ ഇതും ചോദിച്ചെന്നും വരും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ട് ആ പ്രോബ്ലം ക്ലിയർ ആണോ? അപ്പൊ അത് നോക്കുക. ഇന്നെന്തായാലും ചെയ്ത് നോക്കുക. ഡെൽറ്റ മാക്സ് എങ്ങനെ കണ്ടുപിടിക്കാന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ചെറിയ ട്രിക്ക് മാത്രമേ ഉള്ളൂ. അത് വെച്ച് നോക്കിയാൽ കിട്ടും. കാരണം ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. ചെറിയ ഒരു റേഷ്യോ എല്ലാം വെച്ചിട്ട് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. പറ്റുന്നതും ഫുള്ളാക്കുക, പറ്റുന്നില്ലെങ്കിൽ അതുവരെയെങ്കിലും ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ഒന്നാമത് ഡിലേ ആണ്, ടൈമിന്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. അപ്പോ എല്ലാരും കൂടെ ഒന്ന് സ്പീഡാക്കിയാലേ നടക്കുള്ളൂ. എനിക്ക് 2 ക്ലാസ്സും കൂടെ ആയിട്ട് എനിക്കിപ്പോ ചക്രശ്വാസം വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് സഹകരിച്ചാലേ നമുക്ക് സ്പീഡായിട്ട് തീർക്കാൻ കഴിയും. കാരണം ഒന്നാമത് S3 എനിക്ക് അങ്ങനെ